ഉച്ചയായപ്പോഴേക്കും ഞാനിതാ അമ്പലത്തിലെത്തി കേട്ടോ. ഇതാ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലാണ്, നമ്മുടെ പുതിയ അമ്പലത്തെ. ഞാൻ അമ്പലത്തിലെത്തിയപ്പോൾ അവിടെ ഇതാ പറനിറയ്ക്കലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നു. ഞാൻ ആദ്യമായിട്ടാണ് പറനിറയ്ക്കൽ കാണുന്നത്. പുറത്തിറങ്ങിയപ്പോഴേക്കും അവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ എടുത്തു വെച്ചതാണ്, ശിവരാത്രിയുടെയൊക്കെ ടൈമിൽ. അപ്പോൾ ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു. എന്തിനാ അമ്പലത്തിൽ വന്നതെന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ. ഇതാ ആ മുന്നിൽ പോകുന്ന രണ്ടാൾക്കാർ ചേച്ചിയുടെ ഭർത്താവും മോനുമാണ്. രണ്ടുപേരും കൂടി ഇന്ന് ശബരിമലയ്ക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കെട്ടുനിറയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വന്നതാണേ. മോന് ആദ്യമായിട്ട് പോവുകയാണ്, കന്നിസ്വാമിയാണ്. അപ്പോൾ അവൻ്റെ ഫസ്റ്റത്തെ ശബരിമലയ്ക്ക് പോക്കായതുകൊണ്ട് ഞങ്ങളെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അച്ഛനും ഞാനും വല്യമ്മമാരും എല്ലാവരും ഉണ്ടായിരുന്നേ, ചേട്ടനും എല്ലാവരും ഉണ്ടായിരുന്നു. അമ്പലത്തിലെത്തി കെട്ടുനിറയ്ക്ക് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് ഞങ്ങൾ റെഡി ആയപ്പോഴാണ് നെയ്യ് നോക്കിയപ്പോൾ നെയ്യ് ഒരുപാട് കട്ടിയായിരുന്നു. ഞങ്ങൾക്കാണെങ്കിൽ വന്നപ്പം തന്നെ അത് വെയിലത്തെടുത്ത് വെച്ചാൽ മതിയായിരുന്നു, അത് വിട്ടും പോയി. നല്ല വെയിലായിരുന്നു. പിന്നെ സമയമില്ലാത്തത് കൊണ്ട് കർപ്പൂരത്തിൽ കാട്ടിയിട്ട് മെല്ലെ ചെറുതായിട്ട് അങ്ങോട്ട് ഉരുക്കിയെടുത്തു. കർപ്പൂരത്തിൽ കാണിച്ചപ്പോൾ വേഗം ഉരുകി വരുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കന്യാസ്വാമിയായ കണ്ണമ്മോൻ്റെ, ഞങ്ങളുടെ ആരവിൻ്റെ ഫസ്റ്റത്തെ കെട്ടുനിറയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും നോക്കി നിൽക്കുകയാണ്. അവനും ഇരുന്നു. ഫസ്റ്റ് തന്നെ അവൻ്റെയാണ് കെട്ട് നിറച്ചത്. അവനത് നെയ്ത്തേങ്ങയൊക്കെ നല്ലോണം ശ്രദ്ധിച്ച് നിറയ്ക്കുന്നുണ്ട്. എല്ലാവരും അത് നോക്കി നിൽക്കുകയാണേ. ഞങ്ങൾ തിരക്കുണ്ടാവില്ലെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളല്ല, ഞാൻ വിചാരിച്ചത് വൃശ്ചിക മാസത്തിലാണല്ലോ പൊതുവേ കുറേ ആൾക്കാർ പോവുക. അതുകൊണ്ടാണ് ഇപ്പോൾ പോകുന്നത്. മലയാള മാസം 1-ാം തീയതി അവിടെ പൂജ ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടി പോകുന്നത്. തിരക്കാവുമ്പോൾ മോന് ബുദ്ധിമുട്ടാവുമെന്ന് വെച്ചിട്ടാണേ. അങ്ങനെ അവൻ നെയ്ത്തേങ്ങയൊക്കെ നന്നായിട്ട് നിറച്ചു. ഒക്കെ നല്ലോണം സൂക്ഷിച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ചെറുതല്ലേ, അവൻ എങ്ങനെ പോവും, ബുദ്ധിമുട്ടാവോ, കയറാൻ പറ്റുമോ, ഇരുമുടിക്കെട്ടൊക്കെ തലയിൽ വെച്ചിട്ട് ബുദ്ധിമുട്ടാവുമോ എന്നൊക്കെ ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നല്ലോണം പോയി വന്നു കേട്ടോ. ഇത് ഞാൻ പോയി വന്നതിന് ശേഷമാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. സുഖമായിട്ട് പോയി വന്നു, വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എവിടെയും സ്റ്റേ ഇല്ലാതെ നേരിട്ട് ശബരിമല പോയി അങ്ങനെ വന്നതാണ്. അപ്പോൾ 2 ദിവസം കൊണ്ട് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. അധികം ബുദ്ധിമുട്ടൊന്നും ആയില്ല. നല്ല സന്തോഷത്തിലാണ് പോയതൊക്കെ. നല്ല ഇഷ്ടമുണ്ടായിരുന്നു മൂപ്പർക്ക് പോകാൻ വേണ്ടിയിട്ട്. ചേച്ചിക്കും ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. മോൻ ആദ്യമായിട്ടാണ് ചേച്ചി ഇല്ലാതെ 2 ദിവസമൊക്കെ വിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ എപ്പോഴും രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ്, ഒറ്റയ്ക്കൊന്നും നിന്നിട്ടേ ഇല്ല ഇതുവരെ. അങ്ങനെ കെട്ടുനിറ കഴിഞ്ഞ ശേഷം, നെയ്ത്തേങ്ങ നിറച്ച് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മുടെ ഈ അരിയും പൂവും തേങ്ങയും ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട് ഇരുമുടി കെട്ടിലേക്ക്. നെയ്ത്തേങ്ങയൊക്കെ മോൻ അതിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. അവർ പറയുന്നതൊക്കെ കേട്ടിട്ട് അതുപോലെ അവൻ നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ സാധാരണ നല്ല വികൃതിയൊക്കെ ഉള്ളതാണ്. പക്ഷേ മാല ഇട്ട ശേഷം, സ്വാമി ആയ ശേഷം എന്താണെന്നറിയില്ല, ഭയങ്കര മെച്യൂരിറ്റിയാണ് മൂപ്പർക്ക്. എല്ലാം പറയുന്നതൊക്കെ കേട്ട് ചെയ്തൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. ആളൊരു ഇത്തിരി പൊടിയേ ഉള്ളൂ. ഭക്ഷണ കാര്യത്തിലൊക്കെ കുറച്ച് പുറകോട്ടാണ്. അങ്ങനെ ഫുഡൊന്നും കഴിക്കില്ല. അതുകൊണ്ട് ശരീരമൊന്നും തീരെ കാണാനില്ല കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഈ മോൻ്റെ കെട്ടുനിറ കഴിഞ്ഞ ശേഷമാണ് ചേട്ടൻ, ഇവർ രണ്ടുപേരും കൂടിയാണ് പോകുന്നത്. ട്രാവൽസിൽ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. നമുക്ക് അതാകുമ്പോൾ അധികം ബുദ്ധിമുട്ടുമില്ല. വണ്ടിയൊക്കെ എടുത്ത് പോകുമ്പോൾ ബുദ്ധിമുട്ടാണല്ലോ രണ്ടുപേരാകുമ്പോൾ. ചേച്ചിക്ക് ഭയങ്കര ടെൻഷനുണ്ട് മുഖത്ത്. അവന് ബുദ്ധിമുട്ടാവുമോ, അവനെല്ലാം ചെയ്യുമോ എന്നുള്ളത് നോക്കിയിട്ടാണ്. ആദ്യമായിട്ട് പോകുന്നതല്ലേ. അപ്പോൾ പൂജാരി ഇരുമുടിയും എല്ലാ സാധനങ്ങളൊക്കെ, തേങ്ങയും അരിയും പൂവും എല്ലാം അതിലേക്ക് ആക്കുന്നുണ്ട്. ഒറ്റ നെയ്ത്തേങ്ങ നിറച്ചുള്ളൂ കേട്ടോ, ഞങ്ങളാരും നിറച്ചില്ല. ഇത് നെയ്ത്തേങ്ങയൊക്കെ കൂടുതലായാലും അവർക്ക് ബുദ്ധിമുട്ടായാലോ എന്ന് വെച്ചിട്ട് ഒറ്റന്നേ നിറച്ചുള്ളൂ. അപ്പോൾ മോൻ്റെത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഏട്ടൻ്റെതും, ഏട്ടൻ വേണമല്ലോ മോനെ നോക്കാൻ, വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഇവർ രണ്ടുപേരും മാത്രമാണല്ലോ പോയത്. അങ്ങനെ ഈ ശരണം വിളിയുടെയൊക്കെ ഇടയിൽ നല്ല രസമാണ് ഇത് കേൾക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പണ്ട് അച്ഛനൊക്കെ പോകുമ്പോൾ നമ്മൾ കെട്ടുനിറയ്ക്കൊക്കെ പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു കെട്ടുനിറയ്ക്ക് വേണ്ടിയിട്ട് പോകുന്നത്. അതുകൊണ്ട് ഭയങ്കര ഒരു എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു അതായിരുന്നു. പോയപ്പോൾ സന്തോഷവും സങ്കടവും ഒക്കെ ഉണ്ടായിരുന്നു മോൻ കെട്ടുനിറയ്ക്കുന്നതൊക്കെ കണ്ടപ്പോൾ. അങ്ങനെ ആദർശിന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അവന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. എനിക്കന്ന് ലീവ് കിട്ടിയത് കൊണ്ടാണ്. നല്ല തിരക്കായിരുന്നു കേട്ടോ അമ്പലത്തിൽ. ശിവരാത്രിയുടെ പരിപാടികളായിട്ട് ഓൾറെഡി കെട്ടുനിറയ്ക്ക് ശബരിമലയ്ക്ക് പോകുന്ന കുറേ ആൾക്കാരുണ്ടെങ്കിലും ശിവരാത്രിയുടെ പരിപാടി ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. അമ്പലത്തിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ മോനിതാ ഇരുമുടി തലയിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അവനങ്ങനെ തൊട്ട് തൊഴുത് അത് ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അവൻ തലയിലൊക്കെ വെച്ച് വേഗം പിടിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ മോൻ്റെത് കഴിഞ്ഞ ശേഷം ചേട്ടനും കൂടി കെട്ടി നിറയ്ക്കാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ ശേഷം
പിന്നെ ഫുഡൊക്കെ കഴിച്ച് സമയമുണ്ടായിരുന്നു. ഒരുപാട് സമയമുണ്ടായിരുന്നു. ഞങ്ങൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച ശേഷമാണ് രണ്ടാളും പോയത്. അതിന് ശേഷം ദാ ഏട്ടനും നെയ്തേങ്ങയൊക്കെ നിറയ്ക്കുന്നുണ്ട്. പിന്നെ ഏട്ടൻ്റെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് തേങ്ങ പൊട്ടിക്കാനും കൂടി ഉണ്ടാവി. അവിടെ അയ്യപ്പൻ്റെ പ്രതിഷ്ഠയ്ക്ക് ചുറ്റും പ്രദക്ഷിണം വെച്ചിട്ട് തേങ്ങ ഉടയ്ക്കാനും കൂടി ഉണ്ടാവും. അങ്ങനെ ചേട്ടൻ്റെതും എല്ലാം കഴിഞ്ഞു. കെട്ടുനിറയൊക്കെ കഴിഞ്ഞ ശേഷം അത് തലയിലേക്ക് വെച്ച് കൊടുക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഏട്ടൻ്റെതായപ്പോൾ ഏട്ടൻ ഇടയ്ക്കിടയ്ക്ക് എല്ലാ വർഷവും മിക്കവാറും എല്ലാ വർഷങ്ങളിലും പോവാറുണ്ട്. അതുകൊണ്ട് നമുക്ക് അത്ര ടെൻഷനില്ലായിരുന്നു. മോൻ പോകുന്നതായിരുന്നേ എല്ലാവർക്കും ടെൻഷൻ. നല്ല തിരക്കാണ് കേട്ടോ അമ്പലത്തിൽ. ഇതാ സൈഡിലൊക്കെ കാണാൻ ഒരുപാട് ആൾക്കാർ കെട്ട് നിറയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞു. നല്ല ചൂടും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടും വെയിലും ഒക്കെ ആയിരുന്നു. ഭയങ്കര ചൂട് സമയമാണല്ലോ. പിന്നെ ഉച്ചയ്ക്കാണ്. ഇതൊരു 12:30 1 മണി സമയത്താണ് കെട്ടുനിറ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ ശേഷം അവർ ദാ അയ്യപ്പൻ്റെ അടുത്തേക്ക് പ്രദക്ഷിണം വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. കുറേ കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏട്ടൻ മുന്നിൽ പോയിട്ട് ചേച്ചി മോനെ ഹെൽപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പിടിക്കുന്നുണ്ട്. ആക്ച്വലി അവൻ ഒറ്റയ്ക്ക് പിടിച്ചോളും. പക്ഷേ ചേച്ചിയുടെ ഒരു ടെൻഷൻ കൊണ്ട് ചേച്ചി പിടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അയ്യപ്പൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച ശേഷം തേങ്ങ ഉടയ്ക്കാൻ പോയപ്പോൾ ഏട്ടൻ ആദ്യം തന്നെ പൊട്ടിച്ചു. മോൻ്റെതും ചേട്ടൻ തന്നെ പൊട്ടിക്കാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ അവന് സ്വന്തം പൊട്ടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. അവൻ ചെറുതല്ലേ, അവന് പൊട്ടിക്കാൻ കഴിയുമോ, തേങ്ങ പൊട്ടുമോ എന്നൊക്കെ. പിന്നെ അവന് പൊട്ടിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് അവൻ തന്നെ അങ്ങ് അത് എറിഞ്ഞു. പക്ഷെ അത് പൊട്ടി കേട്ടോ. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം അമ്പലത്തിൽ അന്നദാനം ഉണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിക്കാൻ പോയി. നല്ല ഭക്ഷണമായിരുന്നു. കഴിച്ച ശേഷം പിന്നെ വീട്ടിലേക്ക് പോയേ.